മിക്കവർക്കും പരീക്ഷ പേടി സ്വപ്നമാണ്. പരീക്ഷയെ പേടിക്കുന്നത് മൂലം പഠിച്ചതൊക്കെ മറന്നുപോവുകയും പരീക്ഷാ ഹാളിൽ നിന്നും എഴുതാൻ കഴിയാതെ വിഷമിക്കേണ്ടതായും വരും. മനസ്സിനെ ശാന്തമാക്കി വേണം പരീക്ഷാ ഹാളിലേക്ക് കയറാൻ. പരീക്ഷ തുടങ്ങുന്നതിന് മുൻപ് ആർക്കും അല്പം പേടിയും അസ്വസ്ഥതകളും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പക്ഷേ അത് അമിതമായാൽ വേണ്ട വിധം ചിന്തിക്കാനും പഠിച്ചതൊക്കെ ഓർത്തെടുത്ത് എഴുതാനും കഴിയാതെ വരും. അതിനാൽ പരിഭ്രമിക്കാതിരിക്കുകയാണ് പ്രധാനം. മനസ്സ് സമ്മർദ്ദത്തിന് കീഴ്പ്പെടുന്നുവെന്ന് തോന്നുന്നുവെങ്കിൽ കണ്ണടച്ച് പലവട്ടം ദീർഘശ്വാസം എടുക്കുക. മനസ്സ് പൂർണ്ണമായും ശാന്തമായിക്കൊള്ളും. ഇനി ആത്മവിശ്വാസത്തോടെ പരീക്ഷയെ നേരിടാം. എല്ലാം നന്നായി പഠിച്ച് നല്ലതുപോലെ പരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥി തോൽക്കാനുള്ള സാധ്യതയില്ല. അതിനാൽ പരീക്ഷ എഴുതുന്നതിന് മുൻപ് തന്നെ കൊണ്ടാവുന്നതെല്ലാം ചെയ്തിട്ടുണ്ടെന്ന് മനസ്സിൽ പറയുക. പരീക്ഷയുടെ വിജയം നമ്മുടെ ആശയങ്ങളെ എത്രത്തോളം നന്നായി പകർത്താൻ കഴിയുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കും. പരീക്ഷയെ ജോലിക്കുള്ള അഭിമുഖ പരീക്ഷയായി സങ്കല്പിക്കുക. അവിടെ നമ്മുടെ ആശയവിനിമയത്തിൻ്റെ വിജയമാണ് ജോലി ഉറപ്പാക്കുന്നത്. അതുപോലെ തന്നെയാണ് പരീക്ഷയും. നാം എത്രത്തോളം പഠിച്ചാലും എത്രത്തോളം എഴുതിയാലും ആശയങ്ങൾക്ക് വ്യക്തതയില്ലെങ്കിൽ മാർക്ക് ലഭിക്കില്ല. ആശയക്കുഴപ്പങ്ങൾ ഒഴിവാക്കി വ്യക്തമായി വേണം ഉത്തരങ്ങൾ എഴുതാൻ. ശരിയായ ഉത്തരം അറിയാമെങ്കിലും അത് എങ്ങനെ അവതരിപ്പിക്കണമെന്ന് അറിയില്ലെങ്കിൽ മാർക്ക് ലഭിക്കില്ല. ഉദാഹരണത്തിന്, ഗണിത പരീക്ഷയിൽ ഉത്തരം ശരിയാകണമെങ്കിൽ മിക്കപ്പോഴും കണക്കുകൂട്ടലുകൾ എഴുതിയില്ലെങ്കിൽ മാർക്ക് കിട്ടില്ല. അറിയാവുന്ന ഉത്തരങ്ങൾ ആദ്യം എഴുതുന്നതാണ് നല്ലത്. അറിയാത്ത ചോദ്യത്തിൻ്റെ ഉത്തരം ആലോചിച്ച് സമയം കളയാതെ അറിയാവുന്ന ചോദ്യങ്ങളിലേക്ക് നീങ്ങുക. പിന്നീട് സമയം ബാക്കിയുള്ളപ്പോൾ അവ വീണ്ടും ശ്രമിച്ചു നോക്കാവുന്നതാണ്. ചിലപ്പോൾ ഇവ പിന്നെയും ശ്രമിക്കാൻ സമയം തികഞ്ഞെന്നു വരില്ല. എന്നിരുന്നാലും അറിയാവുന്ന ഉത്തരങ്ങൾ ശരിയായി എഴുതിയെന്ന് സമാധാനിക്കാം. എങ്ങനെയാണ് ചോദ്യങ്ങളെ സമീപിക്കേണ്ടത്? അതിൻ്റെ സമീപന രീതി ഇങ്ങനെയാണ്. 1. ചോദ്യങ്ങൾ മുഴുവൻ വായിച്ചു നോക്കി അവയിൽ എളുപ്പമുള്ളതും തിരഞ്ഞെടുത്ത് ഉത്തരങ്ങൾ എഴുതിപ്പോവുക. പ്രയാസമുള്ള ചോദ്യങ്ങളിൽ കുരുങ്ങി സമയം കളയരുത്. പരീക്ഷയുടെ അവസാനം അവ വീണ്ടും ശ്രമിച്ചു നോക്കുക. 2. ഉത്തരം ഉറപ്പായി അറിയാവുന്ന ചോദ്യങ്ങൾ ആദ്യം ചെയ്യുക. ഇവയ്ക്ക് സമയം തീരെ കുറവ് മതിയെന്നതിനാൽ ബാക്കി ചോദ്യങ്ങൾ ചെയ്യാൻ ആവശ്യത്തിന് സമയം ലഭിച്ചേക്കും. 3. പ്രയാസമുള്ള ചോദ്യങ്ങൾ ആദ്യം ചെയ്ത ശേഷം എളുപ്പമുള്ളത് അവസാനം എഴുതുന്ന ഒരു രീതിയുമുണ്ട്. എല്ലാവർക്കും ഇത് അനുയോജ്യമായിരിക്കണമെന്നില്ല. പരീക്ഷയുടെ ആദ്യ സമയത്തായിരിക്കും തലച്ചോറ് കൂടുതൽ ഉണർവോടെ ഇരിക്കുന്നത്. അതിനാൽ ഈ സമയത്ത് പ്രയാസമേറിയ ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാൻ ശ്രമിക്കുക. പിന്നീട് തലച്ചോറിൻ്റെ പ്രവർത്തനക്ഷമത കുറയുമ്പോൾ എളുപ്പമുള്ളതും അധികം ചിന്തിക്കേണ്ടതില്ലാത്തതുമായ ഉത്തരങ്ങൾ എഴുതുക. എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരമെഴുതാൻ സാധിക്കുന്ന രീതിയിൽ സമയം ക്രമീകരിക്കണം. ഉത്തരം അറിയാത്ത ചോദ്യവും നോക്കി 10 മിനിറ്റ് കളയുന്നതിലും നല്ലത് അടുത്ത ചോദ്യങ്ങളിലേക്ക് കടക്കുക തന്നെയാണ്. ഉറപ്പില്ലാത്ത ഉത്തരങ്ങൾ ഊഹിക്കുന്നതിൽ തെറ്റില്ല. എന്നാൽ തെറ്റുത്തരങ്ങൾക്ക് മാർക്ക് കുറയുമെങ്കിൽ ശ്രദ്ധിക്കണം. എങ്കിൽ പോലും ഊഹിക്കുന്നത് കൊണ്ട് കുഴപ്പമില്ല. കാരണം ഒരു ചോദ്യത്തിന് തിരഞ്ഞെടുക്കാനായി 4 ഉത്തരങ്ങളുണ്ടെങ്കിൽ വെറുതെ ഊഹിച്ച് എഴുതിയാൽ പോലും ശരിയാകാനുള്ള സാധ്യത 25%. എത്രത്തോളം തെറ്റുത്തരങ്ങൾ അവയിൽ നീക്കം ചെയ്യാൻ സാധിക്കുന്നുവോ അത്രത്തോളം ഊഹം ശരിയാക്കാനുള്ള സാധ്യതയും വർദ്ധിക്കും. നെഗറ്റീവ് മാർക്ക് ഓരോ ചോദ്യങ്ങൾക്കും ഉണ്ടെങ്കിലും അത്തരം സന്ദർഭങ്ങളിൽ ഊഹിക്കുന്ന കാര്യങ്ങൾ വളരെ ശ്രദ്ധയോടെ വേണം കൈകാര്യം ചെയ്യേണ്ടത്. ഉത്തരങ്ങൾക്ക് ഒരു ക്രമം ഉണ്ടായിരിക്കണം.
പരിശോധകന് അത് വായിക്കുമ്പോൾ ശരിയായി മനസ്സിലാക്കാൻ സാധിച്ചാൽ മാർക്ക് തനിയെ ലഭിക്കും. ഉത്തരം വ്യക്തമാക്കുന്ന രീതിയിൽ എഴുതണം. ഇതിനായി ഖണ്ഡിക തിരിച്ചോ അടിവരയിട്ടോ ഒക്കെ ഉത്തരങ്ങൾ എഴുതാം. വിശദമായ രീതിയിൽ ഉത്തരങ്ങൾ എഴുതേണ്ടി വരുമ്പോൾ പ്രധാന ആശയങ്ങൾ അടിവരയിട്ട് അടയാളപ്പെടുത്തിയാൽ പരിശോധകന് ഉത്തരക്കടലാസ് നോക്കുവാൻ എളുപ്പമുണ്ടാകുകയും മാർക്ക് കൂടുതൽ ഇടുകയും ചെയ്യും. ആവശ്യമായ സന്ദർഭങ്ങളിൽ ചിത്രങ്ങൾ ഉൾപ്പെടുത്തുക. ശാസ്ത്ര വിഷയങ്ങൾക്ക് ഇത് ഏറെ ഗുണം ചെയ്യും. ഒരു ചിത്രം 1000 വാക്കിന്റെ ഫലം ചെയ്യുമെന്നാണല്ലോ. ഇനി എങ്ങനെയാണ് സമയം ക്രമീകരിക്കേണ്ടതെന്ന് നോക്കാം. പരീക്ഷ തുടങ്ങുന്ന സമയം ശ്രദ്ധിക്കുകയും അതനുസരിച്ച് ലഭ്യമായ സമയത്തിൽ ഉത്തരങ്ങൾ എഴുതി തീർക്കാനും ശ്രമിക്കുക. തിരക്കിട്ട് പരീക്ഷ എഴുതി തീർക്കാൻ ശ്രമിക്കരുത്. ചോദ്യത്തിന് അനുവദിച്ചിരിക്കുന്ന മാർക്കിന്റെ ശതമാനമനുസരിച്ച് സമയം വീതിക്കുക. കൂടുതൽ മാർക്കുള്ള ചോദ്യങ്ങൾക്ക് കൂടുതൽ സമയം നൽകുക. സമയം പരമാവധി ലഭിച്ചാൽ അവസാനം പ്രയാസമുള്ള ചോദ്യങ്ങൾക്കായി ഉപയോഗിക്കാം. അറിയാത്ത ചോദ്യങ്ങളിൽ കുടുങ്ങിയിരിക്കാതെ അടുത്ത ചോദ്യത്തിലേക്ക് കടക്കുക. ഉത്തരങ്ങൾ അവസാനം ഒന്നുകൂടി വായിച്ചു നോക്കാൻ വേണ്ടി സമയം കണ്ടെത്തണം. മറ്റു ചില നിർദ്ദേശങ്ങൾ പറയുകയാണെങ്കിൽ, എന്തെങ്കിലും സഹായം ആവശ്യമുണ്ടെങ്കിൽ ഉടനടി ചോദിക്കുക. അതായത് പേപ്പർ, മഷി, അതുപോലെ പേന എന്നിവ തീർന്നാൽ ഉടൻ തന്നെ അത് ചോദിച്ചിരിക്കണം. ചോദ്യത്തിലെ എല്ലാ വാക്കുകളും വായിക്കുക. കുറഞ്ഞത് 2 തവണ ചോദ്യം വായിക്കണം. ചോദ്യത്തിലെ ആശയം മനസ്സിലാക്കുക. ഉത്തരം നന്നായി ക്രമീകരിച്ച് എഴുതുക. ചിത്രങ്ങളും കണക്കുകൂട്ടലുകളും ആവശ്യമുണ്ടെങ്കിൽ അത് ഉൾപ്പെടുത്തണം. അറിയാവുന്ന ഉത്തരങ്ങൾ ആദ്യം എഴുതുക. പ്രയാസമുള്ള ചോദ്യങ്ങളുടെ നമ്പർ അടയാളപ്പെടുത്തുകയോ കുറിച്ചു വയ്ക്കുകയോ ചെയ്യേണ്ടതാണ്. എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം എഴുതുക. ഒന്നും വിട്ടുകളയരുത്. ചോദ്യങ്ങളുടെ നമ്പർ ഉത്തരക്കടലാസുമായി ഒത്തുനോക്കണം. ഉപന്യാസമാണ് എഴുതുന്നതെങ്കിൽ വളരെ ശ്രദ്ധയോടെ വേണം അത് കൈകാര്യം ചെയ്യേണ്ടത്. പ്രധാന ആശയങ്ങൾ ഒരു കടലാസിൽ കുറിച്ചു വയ്ക്കുക. അവയുടെ ക്രമവും അടയാളപ്പെടുത്തലും എല്ലാം വ്യക്തമായിരിക്കണം. ഇതനുസരിച്ച് വേണം ഉത്തരക്കടലാസിൽ ഖണ്ഡിക തിരിച്ച് എഴുതാൻ. ആദ്യത്തെ ഖണ്ഡികയിൽ പിന്നീടുള്ള ഭാഗത്തെ പ്രധാന ആശയങ്ങൾ ഉൾക്കൊള്ളിക്കണം. എഴുതി കഴിയുമ്പോൾ വീണ്ടും വായിച്ചു നോക്കുന്നത് ആവശ്യത്തിന് തിരുത്തലുകൾ വരുത്താൻ സഹായിക്കും. മാത്രമല്ല, വിട്ടുപോയവ എഴുതി ചേർക്കുകയോ ചെയ്യാം. ഉപന്യാസങ്ങളുടെ നീളത്തേക്കാൾ പ്രധാന ആശയങ്ങൾ വ്യക്തമായി ക്രമത്തിലായി എഴുതുക തന്നെയാണ്. വെറുതെ വാരിവലിച്ച് എഴുതുന്നതിൽ അർത്ഥമില്ല. കട്ടിയേറിയ വാക്കുകളുടെ ഉപയോഗം കഴിവതും കുറയ്ക്കുക. ഇത് എഴുത്തിന്റെ ഭംഗി കുറയ്ക്കും. വരികൾക്കിടയിൽ അകലമിട്ട് വേണം എഴുതാൻ. പിന്നീടുള്ള തിരുത്തലുകൾ കുറിക്കാൻ ഈ സ്ഥലം ഉപയോഗിക്കാം. ആവശ്യമായ സാധനങ്ങളെല്ലാം മറക്കാതെ കൊണ്ടുപോവുക. കൃത്യസമയത്ത് പരീക്ഷയ്ക്ക് എത്തുക. സാധ്യമെങ്കിൽ നേരത്തെ എത്താം. പരീക്ഷ ഹാൾ, സീറ്റ് തുടങ്ങിയവ കൃത്യമായി അറിഞ്ഞു വയ്ക്കണം. സമയം ക്രമീകരിക്കുക. വാച്ച് ഉപയോഗിക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഉത്തരങ്ങളെല്ലാം എഴുതിക്കഴിഞ്ഞ് വീണ്ടും വായിച്ചു നോക്കുക. പലർക്കും ഉണ്ടാകുന്ന ഒരു പ്രതിസന്ധിയാണ് പരീക്ഷാപേടി. ഈ പരീക്ഷാപേടിയെ നമുക്ക് എങ്ങനെ മാറ്റാം ഒന്ന് നോക്കാം. ജീവിതത്തിലെ വലിയ വിജയങ്ങളിലേക്കുള്ള ചെറിയൊരു ചവിട്ടുപടി മാത്രമാണ് പരീക്ഷ. അല്പം മാനസിക സമ്മർദ്ദവും പിരിമുറുക്കവുമൊക്കെ എല്ലാ കുട്ടികൾക്കും ഉണ്ടാവും. മാതാപിതാക്കൾ ഇത് മനസ്സിലാക്കി കുട്ടികളുടെ സമ്മർദ്ദം കുറയ്ക്കുന്ന രീതിയിൽ പെരുമാറുകയും പ്രോത്സാഹിപ്പിക്കുകയും മാർഗനിർദ്ദേശം നൽകുകയും ചെയ്യണം. പരീക്ഷാപേടി മാറുന്നതിന് പരീക്ഷയെടുക്കുമ്പോൾ പിരിമുറുക്കം ഇല്ലെന്നു ഭാവിക്കേണ്ട. പകരം അത് ഉണ്ടെന്നു സമ്മതിച്ചു തന്നെ കുറയ്ക്കാൻ ശ്രമിക്കുക. പിരിമുറുക്കം ഒഴിവാക്കാൻ ചെറിയ വിദ്യകളും മാർഗങ്ങളും പ്രയോഗിക്കുക. മനഃശാന്തി മാർഗങ്ങൾ സ്വീകരിക്കുക. ആവശ്യത്തിന് ഉറക്കം,
മിതമായ വ്യായാമം, സമീകൃത ആഹാരം ഇവ ശീലിക്കുക. പരീക്ഷയുടെ പിരിമുറുക്കമകറ്റാൻ ചിരിക്കുന്നത് നല്ലതാണ്. പറ്റുന്നത്ര പൊട്ടിച്ചിരിക്കുക, തമാശ പുസ്തകങ്ങൾ വായിക്കുക, കാർട്ടൂണുകൾ കാണുക, കൂട്ടുകാരുമായി തമാശകൾ പങ്കുവയ്ക്കാം. ഇവയൊക്കെ നമുക്ക് പിരിമുറുക്കത്തെ മാറ്റുവാൻ സാധിക്കുന്നതാണ്. അതുപോലെ പ്രധാനമാണ് ദീർഘശ്വാസം എടുക്കുക എന്നുള്ളത്. ശ്വാസം ദീർഘമായി ഉള്ളിലേക്ക് എടുക്കുക, വളരെ പതിയെ പുറത്തേക്ക് വിടുക. 2 സെക്കൻഡ് ശ്വാസമെടുക്കാനും 5 സെക്കൻഡ് പുറത്തേക്ക് വിടാനും സമയം കണ്ടെത്തുക. ഇതൊരു 5 തവണ ചെയ്യുമ്പോഴേക്കും പിരിമുറുക്കം നന്നായി കുറയും. അതുപോലെ പ്രധാനപ്പെട്ടതാണ് സംഗീതം കേൾക്കുക എന്നുള്ളത്. ഇഷ്ടമുള്ള സംഗീതം അല്പനേരം കേൾക്കാം. മെലഡികളാണ് പിരിമുറുക്കം കുറയ്ക്കാൻ ഏറ്റവും അനുയോജ്യം. അതുപോലെ പിരിമുറുക്കം കുറയ്ക്കാൻ പറ്റിയ ഒരു മാർഗമാണ് യോഗ. പിരിമുറുക്കം നിയന്ത്രിക്കുന്നതിന് യോഗ പോലെ വേറെ മരുന്നില്ല. അരമണിക്കൂർ യോഗയ്ക്കായി ചെലവിടാം. ചെറിയ യോഗ പുസ്തകങ്ങളും ഇതിന് സഹായകരമാകും. അതുപോലെ തലകുലുക്കി സമ്മർദ്ദമകറ്റാൻ കഴിയും. സമ്മർദ്ദമേറുമ്പോൾ കഴുത്തു വലത്തെ തോൾ മുതൽ ഇടത്തെ തോൾ വരെ തിരിക്കുക. പലവട്ടം ആവർത്തിക്കുക. പേശികൾ അയച്ചിടണം. പിരിമുറുക്കം പുറത്തു കാട്ടാം. വികാരങ്ങളെ മൂടിവെക്കാതെ തുറന്നുവിടുക. അല്ലാതെ വല്ലാതെ നിയന്ത്രിച്ചാൽ അത് മനസ്സിനെയും ശരീരത്തെയും ബാധിക്കും. പിരിമുറുക്കം കൂടുകയാണ് അതുമൂലം ഉണ്ടാകുന്നത്. വികാരങ്ങളെ സ്വതന്ത്രമായി തുറന്നുവിടാൻ എഴുത്ത്, വായന, ചിത്രരചന തുടങ്ങിയ ക്രിയാത്മക പ്രവൃത്തികൾ ചെയ്തു നോക്കാവുന്നതാണ്. വ്യായാമം ചെയ്യുന്നതിനും പിരിമുറുക്കം കുറയ്ക്കുന്നത് സഹായകരമാണ്. ശാന്തമായി കണ്ണുകളടച്ച് ഇരിക്കുക. പതിയെ ശ്വാസോച്ഛ്വാസം ചെയ്യുക. പിരിമുറുക്കം കൈകളുടെയും കാലുകളുടെയും പുറത്തേക്ക് ഒഴുകിപ്പോകുന്നതായി സങ്കല്പിക്കുക. ഇനി ഇഷ്ടപ്പെട്ട വസ്തുവോ മനോഹരമായ സ്ഥലമോ മനസ്സിൽ കാണുക. മനസ്സുകൊണ്ട് അവിടേക്ക് സഞ്ചരിക്കുക. അങ്ങനെ കുറെ നേരം ഇരിക്കുക. വിശ്വാസമുള്ളവർക്ക് ദൈവങ്ങളുടെ ചിത്രങ്ങൾ മനസ്സിലെ ഓർക്കാം. കുറച്ചു സമയം ഇങ്ങനെ ഇരുന്നാൽ സമ്മർദ്ദങ്ങളെല്ലാം അകന്ന് മനസ്സ് ശാന്തമാകുമെന്ന് അനുഭവിച്ചറിയാം. പഠനത്തിന് തയ്യാറെടുക്കുമ്പോൾ പരീക്ഷയ്ക്ക് മുമ്പായാലും ഇപ്പറയുന്ന കാര്യങ്ങൾ ഒന്ന് മനസ്സിൽ വയ്ക്കുക. അനുയോജ്യമായ പഠന രീതി കണ്ടെത്തുക. ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കഴിയുന്ന സമയം മനസ്സിലാക്കി അത് കഴിയുമ്പോൾ ഇടവേളകൾ എടുക്കാം. ഏറ്റവും ഏകാഗ്രത കിട്ടുന്ന സമയം തിരിച്ചറിഞ്ഞ് അത് പഠനത്തിനായി വിനിയോഗിക്കാം. പ്രയാസമേറിയ വിഷയങ്ങൾ കൂട്ടുകാർക്കൊപ്പം ചർച്ച ചെയ്ത് പഠിക്കാം. വിനോദങ്ങൾക്കും കളികൾക്കും കൃത്യമായ സമയം വേണം. പ്രധാനപ്പെട്ട ആശയങ്ങൾ പോയിന്റായി എഴുതി സൂക്ഷിക്കുക. ശല്യങ്ങളില്ലാത്ത ശാന്തമായ ഇടം പഠനത്തിന് കണ്ടെത്തുക. പ്രയാസമേറിയ വിഷയങ്ങൾക്ക് കൂടുതൽ സമയം പഠിക്കാൻ സമയമെടുക്കണം. വിഷയങ്ങൾ അധ്യായം തിരിച്ച് സമയം ക്രമീകരിച്ച് പഠിക്കാം. പരീക്ഷാ ഫലത്തെപ്പറ്റി ഓർത്ത് വിഷമിക്കരുത്. മുൻ പരീക്ഷകളുടെ മാർക്കിനെ പറ്റിയും ചിന്തിക്കരുത്. മുൻ പരീക്ഷകളിൽ മാർക്ക് കുറഞ്ഞ വിഷയത്തിന് കൂടുതൽ പരിഗണനയും സമയവും അനുവദിച്ച് പഠിക്കണം. ഇഷ്ടമുള്ള വിഷയങ്ങൾ ഏറ്റവും നന്നായി പഠിക്കണം. പഠിച്ചത് ആവർത്തിച്ച് ഉറപ്പിക്കണം. കാരണം നന്നായി പഠിക്കാത്തവ മറന്നുപോകാൻ സാധ്യതയുണ്ട്. പഠനാവധിയുടെ സമയത്ത് നല്ലൊരു ടൈം ടേബിൾ തയ്യാറാക്കണം. അതിൽ പഠനത്തോടൊപ്പം വിനോദത്തിനും വിശ്രമത്തിനും വ്യായാമത്തിനും ഒക്കെ സമയം നീക്കിവെക്കുക. പഴയ ക്വസ്റ്റ്യൻ പേപ്പറുകൾ ചെയ്തു നോക്കാം. ഇതു സമയക്രമീകരണത്തിനും ഉത്തരങ്ങൾ മനസ്സിൽ ഉറപ്പിക്കുന്നതിനും സഹായിക്കും. ഇത്തരം കാര്യങ്ങൾ വളരെ ശ്രദ്ധയോടെ വായിച്ചും മനസ്സിലാക്കുകയും കേട്ടുമനസ്സിലാക്കുകയും ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ പരീക്ഷാ പേടി അല്ലെങ്കിൽ പരീക്ഷയിലുണ്ടാകുന്ന പിരിമുറുക്കം എന്നിവ ഒഴിവാക്കാൻ സാധിക്കുന്നതാണ്.